അടുത്ത മാസം ചെയ്യാം, ഒരു കൊല്ലം കൂടി കഴിയട്ടെ, അല്ല എന്തെങ്കിലും ഒരു ദിവസം ഞാനത് ചെയ്യും. ശരിക്കുള്ള സത്യം എന്താ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടു പോണതിൻ്റെ കാരണം സമയം ശരിയാവാത്തതല്ല, ധൈര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമോ? ഇപ്പോൾ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യണ്ടാവും അല്ലേ? നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം ടൈം കറക്റ്റ് ആവാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാ. തോറ്റുപോകുന്നുള്ള പേടി. ആരെങ്കിലും നമ്മൾ വിമർശിക്കുമോ? അത് വിമർശിക്കുമോ ഞാൻ പോരാത്തവനായി എനിക്ക് തോന്നൂലേ? ഇപ്പം നമ്മളെന്ത് ചെയ്യും? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കഴിയട്ടെ, സമയമായി ഞാൻ ചെയ്യും. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് 20 സെക്കൻഡ് നേരം ഉള്ളൊരു ധൈര്യം. അതുണ്ടാക്കാൻ പറ്റുമോ? 20 സെക്കൻഡ്. അതായത് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. ഇത് റെക്കോർഡാ. ആ റെക്കോർഡ് നിങ്ങൾക്ക് ഇപ്പം ഹിറ്റ് ചെയ്യാം. അതായത് ധൈര്യം, യെസ് എന്ന് പറയാനുള്ള ധൈര്യം, ജസ്റ്റ് നടന്നു പോകാനുള്ള ധൈര്യം, ജസ്റ്റ് ഒന്ന് തുടങ്ങാനുള്ള ധൈര്യം. നിങ്ങൾ ആകുവാൻ ആഗ്രഹിക്കുന്ന ആളില്ലേ, അതിന് ഒരുപാട് ദൂരം പോകേണ്ട ഒരാവശ്യമില്ല. അതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭയത്തിൻ്റെ പുറകിൽ. സമയമുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇപ്പോഴുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള ആ കരുത്തുണ്ട്. അതായത് നിങ്ങൾ പോകേണ്ട സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനുള്ള കരുത്ത്. അതായത് നിർത്താൻ, ഈ പറഞ്ഞ ഒഴിവ് കഴിവുകൾക്ക് മറവിൽ ഒളിക്കാൻ ഇല്ല, അത് പുറത്ത് കിടക്കാൻ, നീങ്ങാൻ നിങ്ങളുടെ കൈകൾ ഉറക്കുന്നുണ്ടെങ്കിൽ പോലും. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? പേടിയില്ലാത്ത അവസ്ഥയാണ് ധൈര്യം എന്ന് പറയാം. ധൈര്യം എന്ന് പറഞ്ഞാൽ പേടി ഉണ്ട്. അത് ഭയത്തിൻ്റെ അഭാവമല്ല, അത് ഭയത്തിന് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കില്ലോ നമ്മൾ. അതിനി മുതൽ കൊടുക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടല്ല, തയ്യാറായിട്ടുമല്ല. അത് റെഡി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊരു ആക്ഷൻ നമ്മൾ ചെയ്യുമല്ലോ. എഴുന്നേറ്റ് നടന്നു പോവാ, 2 കാല് ഉപയോഗിക്കുക. അതിന് മുമ്പ് വരുന്നതല്ല റെഡി, അത് ഉപയോഗിക്കുമ്പോൾ വരുന്നതാ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അടുത്ത് തന്നെയുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്ത് തന്നെയുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് കാണാനും കിട്ടാനും പോകുന്ന സംഭവമല്ല. അതിന് ടൈം കറക്റ്റ് ആകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ധൈര്യസമേതമുള്ള ഒരൊറ്റ ചുവടുവെപ്പ്. അതായത് ഇതെങ്ങനത്തെ ചുവടുവെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ചുവടുവെപ്പ്. അത് ഞാൻ തോറ്റാലും ഞാൻ ചെയ്തിരിക്കും, ഞാൻ പേടിച്ചാലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കും. സോ എണീക്കുക, ചെയ്യുക. അടുത്ത ആഴ്ചയല്ല, അടുത്ത വർഷമല്ല, ഇപ്പോൾ. അതിന് നിങ്ങൾക്ക് ഒരുപാട് മണിക്കൂറിൻ്റെ ആവശ്യമില്ല, അതിന് ഒരുപാട് പദ്ധതികളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായാൽ മതി. നമുക്കതിൽ സന്തോഷ വാർത്ത ഉണ്ടെന്നറിയോ? ആ ധൈര്യം ഇപ്പം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ശക്തിയായിട്ടുള്ള ഒരു ശ്വാസം എടുക്കുക, എന്നിട്ട് എണീക്ക്. എന്താ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഈ മൊബൈൽ അങ്ങ് എടുത്തു വച്ചിട്ട് തുടങ്ങുക.